എല്ലാവർക്കും നമസ്കാരം. ആസ്പയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെറുതായി പറഞ്ഞിരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ കുട്ടികളും വായനാശീലവും എന്നുള്ളത്. പക്ഷെ അതിൽ ഞാൻ വളരെ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പല പാരൻസും എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാഡം ഇതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ എന്ന്. അതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഞാൻ നിങ്ങളോട് അച്ഛനമ്മമാരോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര സമയം മൊബൈലിൽ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, അതോ അതിലും കൂടുതലോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടെങ്കിൽ അത് അവരുടെ ഭാവിക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഈ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ അത്ര സമയം തന്നെ അവർ പഠിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും വായിക്കാനായിട്ട്. അരമണിക്കൂർ അവരൊരു ബുക്ക് എടുത്ത് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അരമണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറിൽ ആ വായന നീണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മൊബൈൽ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഒരിക്കലും വായിക്കാനായിട്ട് അവർ സമയം കാണില്ല എന്ന് മാത്രമല്ല, വായിക്കാനായിട്ട് അവർക്ക് താല്പര്യവും ഉണ്ടാവില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് ഇന്നത്തെ കുട്ടികൾ കാണുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. പല കുട്ടികളും വായിക്കാൻ, ഞാനിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ അവരോട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഇതൊക്കെ എന്തിനാ മിസ്സേ വായിക്കണം, ഉത്തരം മാത്രം പഠിച്ചു പോയാൽ പോരെ, എന്തിനാ ഇതൊക്കെ വായിച്ച് മെനക്കെടുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതായത് ഒരു മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ കഥാരൂപത്തിലാണ് അധികം ഉണ്ടാവുക, അല്ലേ? അധികവും കഥകളിൽ നിന്നാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ആ ഒരു കഥ പോലും വായിക്കാനോ അറിയാനോ ഇന്നത്തെ കുട്ടികൾക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ചെറിയ പ്രായത്തിൽ വീടുകളിൽ തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഇതെല്ലാം. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അവർ വാശി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മൊബൈൽ കൊടുക്കും, അല്ലെങ്കിൽ TV വെച്ച് കൊടുക്കും. അവർ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർ ചെയ്യുന്ന ഓരോരോ പ്രവർത്തികൾ ഇതാണ്. ഇതെല്ലാം ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് ദോഷമായിട്ട് മാറുകയാണ്. അതായത് വിഷ്വലായിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് തലയിൽ കയറുള്ളൂ. വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം അത് ഇന്നത്തെ കുട്ടികൾക്കില്ല. അതായത് നമുക്കിപ്പോൾ വായിക്കുമ്പോൾ എന്താണ്, ഒരു കഥ വായിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിലൂടെ ആ കഥയുടെ എല്ലാ ചിത്രങ്ങളും കടന്നു പോകും, അല്ലേ? എല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതറിയില്ല. കാരണം എന്താണ്? അവരുടെ ശ്രദ്ധ മുഴുവൻ മാറുന്നത് ഈ മറ്റുള്ള ഈ പറഞ്ഞ മാതിരിയിട്ടുള്ള ഡിവൈസസ്, അതായത് ഗാഡ്ജറ്റ്സുകളിലും മറ്റതിലായിട്ട് അവർക്ക് മാറിപ്പോവുകയാണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ചിന്തിക്കാനുള്ള കഴിവില്ലാതായി വരികയാണ്. അവരുടെ ശ്രദ്ധ മാറുമ്പോൾ അവർ കൂടുതലായിട്ട് മൊബൈലും അതേപോലെ തന്നെ യൂട്യൂബ്, റീൽസ്, ഗെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വായിക്കാനുള്ള താല്പര്യം കുറയും. അപ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? അയ്യോ, എൻ്റെ നോട്ട്സ് മുഴുവൻ മൊബൈലിനകത്താണ്, ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ മൊബൈലാണ് നോട്ട്സുകൾ അയക്കുന്നത്, അതുകൊണ്ട് മൊബൈൽ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അച്ഛനോടും അമ്മോടും അവർ നിർബന്ധം പറയും മൊബൈൽ തരില്ല എന്ന്. ഒരു പരിധി കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ആ മൊബൈൽ മാറ്റി വെപ്പിക്കാനുള്ള ഒരു എന്താ പറയുക, അങ്ങനെയുള്ളൊരു ധൈര്യവും അവർക്ക് ഉണ്ടാവാറില്ല. കാരണം കുട്ടികൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും, അത് കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ മൊബൈൽ കൊടുക്കും. ഇനി വായിച്ചില്ലെങ്കിലത്തെ കുഴപ്പങ്ങൾ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വായനാശീലം ഇല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി അവർക്ക് വൊക്കാബുലറി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഞാൻ തന്നെ ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിലോ ആവട്ടെ, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരം പരിചയമുള്ളൊരു വാക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അല്ലാത്തൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയേയില്ല. അതായത് നമ്മൾ മലയാളത്തിൽ പര്യായങ്ങൾ അല്ലെങ്കിൽ പകരം പദങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഓരോ വാക്കുകൾക്കും പല പല പകരം വാക്കുകൾ. അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് അവിടെ സ്റ്റക്കായി പോകും. അതിൻ്റെ പ്രധാന കാരണം ഈ വായനാശീലത്തിൻ്റെ കുറവ് തന്നെയാണ്. പിന്നീട് വരുന്നത് ഇതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ധാരാളമായിട്ട് വരും. നല്ലപോലെ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വാക്കുകളൊക്കെ ഓർത്ത് വയ്ക്കാനും അതിലത്തെ സ്പെല്ലിങ്സുകൾ വരെ ഓർക്കാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അതായത് എൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു 8ാം ക്ലാസ്സിലൊരു തോറ്റൊരു കുട്ടിയാണെങ്കിൽ കൂടിയും തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു.
ഇന്ന് എന്തുകൊണ്ട് 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള ഒരു കുട്ടിക്ക് തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും കഴിയുന്നില്ല? അതായത് വീട്ടിലാണ് നമ്മളുടെ ആദ്യത്തെ അടിത്തറ പണിയേണ്ടത് കുഞ്ഞുങ്ങളുടെ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, വീടാണ് ആദ്യത്തെ വിദ്യാലയം, അച്ഛനമ്മമാരാണ് ആദ്യത്തെ ടീച്ചേഴ്സും. അപ്പോൾ ചെറിയ പ്രായത്തിൽ അവർക്ക് മൊബൈൽ കൊടുത്ത് അവരെ ഇത് ചെയ്യിക്കുന്നതിന് പകരം നമ്മൾ കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുത്തും കഥാപുസ്തകങ്ങൾ വായിപ്പിച്ചും അവരെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും വായനയിൽ അനിഷ്ടം കാണിക്കുകയില്ല. അവർ നല്ല രീതിയിൽ തന്നെ അവർ പാഠപുസ്തകങ്ങളും അവർ വായിക്കും. ഇനി അതുപോലെ തന്നെ ഈ വായനാശീലം കുറയുമ്പോഴത്തെ ഒരു കുഴപ്പം വേറെ, പരീക്ഷകളിൽ അവർക്ക് ചോദ്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവില്ല. എന്നിട്ട് അവർ പറയും ചോദ്യം വായിച്ചിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് ഉത്തരം എഴുതിയില്ല എന്ന് പറയും. എന്തുകൊണ്ട് അങ്ങനെ വായിച്ചാൽ മനസ്സിലാവാത്തത്? വാക്കുകളുടെ അർത്ഥം അറിയില്ല, അതുകൊണ്ട് തന്നെ അത് ചേർത്ത് വായിക്കാനും അവർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പരീക്ഷകളിൽ അവർക്ക് മാർക്കുകൾ കുറയുന്നതും. ഇതെല്ലാം ചില സമയത്ത് മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ല, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല, ശരിയായി പഠിക്കാത്തത് കൊണ്ടാണ് അവന് കിട്ടാത്തത് എന്ന് പറയും. ഒരു പരിധി വരെ അത് ശരിയാണ് താനും. പല കുട്ടികളും ശരിയായ രീതിയിൽ പഠിക്കാത്തത് കൊണ്ടും മൊബൈൽ അഡിക്ഷൻ കൂടിയത് കൊണ്ടും പിന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അവർക്ക് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക്. ഒരു ടെക്സ്റ്റിലത്തെ ഒരു ഭാഗം വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണിക്കൂറുകളോളം ഇരിക്കും. കാരണം അവർ ചിന്ത ഒരിക്കലും അവിടെ നിൽക്കുന്നില്ല. വായിക്കുമ്പോൾ മനസ്സ് അവിടെ വേണം, അല്ലെ, ശ്രദ്ധ വേണം. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇനി ഇതിനു പുറമെ ചില കുട്ടികൾക്ക് പഠന വൈകല്യമുണ്ടെങ്കിൽ, അതായത് ഡിസ്ലെക്സിയ പോലത്തെ അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ പോലത്തെ പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും വായിക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് അക്ഷരങ്ങൾ മാറി മറിയുന്നു മാത്രമല്ല, വാക്കുകളുടെ ഉച്ചാരണം മറന്നുപോകും, ചേർത്ത് വായിക്കേണ്ട രീതികളും മറന്നുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടികൾക്ക് നമുക്ക് റെമഡിയൽ ട്രെയിനിങ്ങിലൂടെ നമുക്ക് അവരെ കറക്റ്റാക്കിയിട്ടെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് വീടുകളിൽ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അവർ ടി വിയുടെ മുമ്പിലായിരിക്കാം, പല പല സീരിയലുകൾ കാണുന്നു. അച്ഛനമ്മമാരാണെങ്കിലോ വന്നു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ പിന്നെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും. കുട്ടി എന്താ ചെയ്യണേന്ന് പോലും പലപ്പോഴും ശ്രദ്ധിക്കില്ല. വിളിച്ച് ചോദിക്കുകയാടാ നീ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നീ എഴുതി കഴിഞ്ഞു, നിൻ്റെ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നല്ലാതെ അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് ഞാൻ കാണാറില്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരൻസ് പലരും എന്നോടത് പറയാറുമുണ്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു 15 തൊട്ട് 20-25 മിനിറ്റ് വരെ ഒരു ഫാമിലി റീഡിംഗ് ടൈം നിങ്ങൾ ഉണ്ടാക്കണം. ഫാമിലി റീഡിംഗ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ അച്ഛനമ്മമാർ മൊബൈലൊക്കെ മാറ്റി വെക്കണം. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് അവരെ കൊണ്ട് വായിപ്പിക്കാം, ഒപ്പം നിങ്ങൾക്കും വായിക്കാം. അങ്ങനെ പിന്നെ നിങ്ങളെ കണ്ട് അതുപോലെ വായിക്കുന്ന അച്ഛനമ്മമാരെ കണ്ടു പഠിക്കുന്ന മക്കൾ വായനാശീലത്തിലേക്കും വരും. മനസ്സിലായോ? നമ്മൾ വായിക്കാതെ കുഞ്ഞുങ്ങളോട് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായിക്കില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇനിയും നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല. ഒരു ഫാമിലി റീഡിംഗ് ടൈം എടുത്ത് അതിലൂടെ നിങ്ങൾക്ക് അവരെ വായിപ്പിക്കാനും തെറ്റുകൾ തിരുത്തി കൊടുക്കാനും അവരുടെ വായനാശീലത്തിലേക്ക് അവരെ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി വായിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത്? അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കാം. പിന്നെ വായിച്ച കഥ, അടുത്തൊരു പ്രത്യേക ഒരു കാര്യം ഇതാണ്, വായിച്ച കഥ അവരോട് തന്നെ തിരിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാനായിട്ട് പറയുക. തെറ്റായി വായിച്ചാൽ ഉടനെ അവരെ വഴക്ക് പറയരുത്. പിന്നെ വീട്ടിൽ മാതാപിതാക്കൾ പുസ്തകം വായിച്ച് അവർക്ക് മാതൃക കാണിക്കുക. അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരമാകും. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 15 മിനിറ്റ്, ഒരു പുസ്തകം, ഒരു കഥ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇരുന്നു കൊണ്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞിൻ്റെ ജീവിതം നമുക്ക് മാറ്റിമറിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്തായാലും ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.